നമസ്കാരം, വീണ എൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. പാലപ്പിള്ളിയിൽ ജനജീവിതം ദുരിതപൂർണമാക്കി കാട്ടാനക്കൂട്ട വിഹാരത്തിന് പിന്നാലെ പുലിവാഴ്ചയും. തുടർച്ചയായ മൂന്നാം ദിനവും പുലി ഇറങ്ങി പശുക്കിടാവിനെ കൊന്നു ഭക്ഷണമാക്കി. കന്നാറ്റുപാടം ഗവൺമെന്റ് സ്കൂൾ പരിസരത്താണ് പുലി എത്തിയതെന്നത് നാടിനെ ആശങ്കയുടെ മുൾമുനയിലാക്കി. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിന്. പുലിക്കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യം പതിക്കുന്നത് അധികൃതരുടെ ബധിരകർണങ്ങളിൽ. കേരളം വേനൽ മഴയുടെ രൂക്ഷതയിലേക്ക്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിൽ മഴ പ്രവചനമില്ല. കള്ളായിയിൽ അതിശക്തമായ ചുഴലിക്കാറ്റ്. ഓണത്തിന് വിളവെടുക്കാവുന്ന 1000-ഓളം വാഴകൾ മറിഞ്ഞു വീണു. കാർഷിക നാശത്തിൽ കർഷകർക്ക് കണ്ണീർ കയം. കഴിഞ്ഞ 3 മാസക്കാലത്തെ അസഹ്യമായ വേനൽ ചൂട്. കൊടും വരൾച്ചയിൽ വൻ കാർഷിക നാശം. 23,021 ഹെക്ടർ പ്രദേശത്ത് കൃഷി കരിഞ്ഞുണങ്ങി. 257 കോടി രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 3,495 ഹെക്ടറിൽ 84 ലക്ഷത്തിന്റെ നാശനഷ്ടം. പാഞ്ഞാൾ തോട്ടത്തിൽ മനയെ ഭക്തിനിർ ലഹരിയിലാഴ്ത്തി മഹാകിരാതരുദ്രയജ്ഞം സമാപന ദിനങ്ങളിലേക്ക്. 9ാം ദിനമായ ബുധനാഴ്ചയും ചടങ്ങുകളിൽ പങ്കെടുത്തത് വിശ്വാസി സാഗരം. വേട്ടേക്കരൻ എഴുന്നള്ളിപ്പിൽ 3 കരിവീരന്മാർ. അസുരവാദ്യത്തിന്റെ അകമ്പടി ആവേശമായി. വേട്ടേക്കരൻ ഉച്ചപ്പാട്ടിന് നേതൃത്വം നൽകി കലാമണ്ഡലം ഹരിദാസ് കുറുപ്പ്. 4 മണിക്കൂർ നീണ്ടുനിന്ന മഹാകിരാതരുദ്രയജ്ഞത്തിന് നേതൃത്വം നൽകി തോട്ടത്തിൽ മന കുട്ടൻ നമ്പൂതിരി. വടക്കാഞ്ചേരി നഗരസഭ 26ാം ഡിവിഷൻ കൗൺസിലറെ അയോഗ്യനാക്കണമെന്ന കോൺഗ്രസ് കൗൺസിലർമാർ. 7 മാസമായി ജയിലിൽ കഴിയുന്ന വ്യക്തി കൗൺസിലറായി തുടരുന്നത് ജനാധിപത്യ വിരുദ്ധമെന്നും ആരോപണം. 5 കൗൺസിലർമാർ ഒപ്പിട്ട പരാതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നൽകി. 10ാം കല്ല് കൗൺസിലർക്ക് പദവി നഷ്ടപ്പെടാൻ സാധ്യത. ലഹരി മാഫിയകളുടെ വിഹാര കേന്ദ്രമായി തൃശൂർ ജില്ല. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി പോലീസും എക്സൈസും. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ബ്രൗൺ ഷുഗർ വേട്ട. ആസാം സ്വദേശി 25-കാരൻ അനാറുൽ ഇസ്ലാമിനെ 256 ഗ്രാം ലഹരി ഉൽപ്പന്നവുമായി പിടികൂടി. മേലൂരിൽ 2.3 കിലോഗ്രാം കഞ്ചാവുമായി 22 വയസ്സുകാരായ 2 പേർ പിടിയിൽ. തളിക്കുളത്ത് ബംഗാൾ സ്വദേശിയെ 2 കിലോ കഞ്ചാവുമായി പിടികൂടി. മുഖ്യപ്രതി വാടാനപ്പള്ളി സ്വദേശി ഓടി രക്ഷപ്പെട്ടു. കൊലഴി പഞ്ചായത്ത് ഭരണസമിതിയുടേത് തലതിരിഞ്ഞ വികസന തന്ത്രമെന്ന് കോൺഗ്രസ്. കുറ്റൂർ കോതക്കുളം നവീകരണം പൂർത്തിയായി 1 മാസത്തിനുള്ളിൽ തകർന്നതിൽ പ്രതിഷേധം. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൻ അഴിമതിയെന്ന് കുറ്റപ്പെടുത്തൽ. വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യം. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ അതിരൂക്ഷ ക്ഷാമം. നിർധന രോഗികൾ കൊടിയ ദുരിതത്തിൽ. ചികിത്സ ലഭിക്കാൻ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിൽ. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധം. ഒഴിവുകൾ നികത്തണമെന്ന ആവശ്യത്തോട് മുഖം തിരിച്ച ആരോഗ്യവകുപ്പ്. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച ക്ഷേമനിധി സംവിധാനം തകർക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിരോധം തീർക്കുമെന്ന FITU ദേശീയ സെക്രട്ടറി ജോസഫ് ജോൺ. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം തൃശൂരിൽ നടന്നു. FITU ദേശീയ സെക്രട്ടറി ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമര പോരാട്ടങ്ങൾക്ക് സമാപനം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി മോട്ടോർ വാഹന വകുപ്പും ഗതാഗത മന്ത്രിയും. CITU ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ ചർച്ചയിൽ പങ്കെടുത്തു.